നമസ്കാരം. +2 ഫിസിക്സ് പഠന പരമ്പരയുടെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പ്രധാനമായും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രധാനമായും കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിൻ്റ് വരെ ചെയ്യുന്ന വർക്കാണ് ശരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. അതേപോലെ ഒരു സോഴ്സ് ചാർജ് ഇവിടെ ഉണ്ട്. ഈ സോഴ്സ് ചാർജിൻ്റെ പല പോയിൻ്റുകൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ 10 വോൾട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 20 വോൾട്ട്, 60 വോൾട്ട്. ഇവിടെ 10 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടെ എത്തിക്കുമ്പോഴുണ്ടാകുന്ന വർക്ക് 10 ജൂളാണ്. അതേപോലെ 20 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് 20 ജൂളാണ്. 60 വോൾട്ട് മീൻസ് 60 ജൂളാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ശരിക്കും ഇത് ഒരു സോഴ്സ് ചാർജാണ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് മൂവ് ചെയ്യണം. എതിരായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വർക്ക് ചെയ്യണം. ശരിക്കും ആ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് പറയാം, അല്ലേ? ദി ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഈസ് 60 വോൾട്ട് മൈനസ് 20 വോൾട്ട്, ദാറ്റ് ഈസ് ഇക്വൽ ടു 40 വോൾട്ട് ഈസ് ദി ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ്. അതായത് ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിൽ 40 വോൾട്ട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് 40 ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്കതിൻ്റെ ഒരു ഡെയിലി ലൈഫിലുള്ള ഒരു എക്സാമ്പിൾ നമുക്കറിയാം. ഇപ്പോൾ ഇതൊരു ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ നമുക്കറിയാം, ഈ ബാറ്ററിക്ക് 1.5 വോൾട്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയിൽ ഒരു ബൾബ് വെച്ച് കത്തിക്കണമെങ്കിൽ വെറുതെ ബൾബ് ഇരുന്ന് കഴിഞ്ഞാൽ കത്തില്ല, നമുക്കറിയാം. അപ്പോൾ ഈ ബൾബ് എടുത്ത് ഇതിൽ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ബൾബ് എടുത്ത് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇവിടെ നിന്നുള്ള ചാർജ് മൂവ് ചെയ്ത് ആ ബൾബ് വഴി കറങ്ങി ഇതിലെ നെഗറ്റീവ് എൻഡിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും വർക്ക് ചെയ്യണം. ഈ ബാറ്ററി വർക്ക് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഒരു ചാർജിനെ മൂവ് ചെയ്യിച്ച് ആ ബൾബ് വഴി ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിൽ 1.5 വോൾട്ട് എന്ന് പറയാം. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ജൂൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിൽ തൊടുമ്പോൾ എനിക്ക് ഒരിക്കലും കറണ്ട് അടിക്കുന്നില്ല. കാരണം എൻ്റെ ശരീരത്തിൽ നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ഹൈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഒരു ചാർജിന് ഒരിക്കലും ഈ റെസിസ്റ്റൻസ് ഓവർകം ചെയ്ത് വർക്ക് ചെയ്ത് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുകൊണ്ടാണ് നമ്മുടെ ബൾബൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് കത്തുന്നുണ്ട്. കാരണം അവിടെ ഒരു ചാർജിനെ തള്ളിക്കൊണ്ട് വരാനായിട്ട് അത്ര വലിയ റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. അവിടെ വലിയ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതാണ് എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. 240 വോൾട്ടാണ് നമ്മുടെ പ്ലഗിലുള്ളതെങ്കിൽ, നമ്മുടെ വീട്ടിലെ സോക്കറ്റുകളിൽ, അല്ലേ, നമ്മൾ ഫാനൊക്കെ ഏറ്റുന്ന സോക്കറ്റുകളിൽ 240 വോൾട്ടാണ് ഉള്ളതെങ്കിൽ ഒരു ഫാൻ വെറുതെ ഇരുന്നാൽ കറങ്ങില്ല, ഇത് ഏറ്റുമ്പോഴാണ് കറങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ആ ഒരു 240 വോൾട്ടുള്ള സോക്കറ്റിൽ നിന്ന് ഒരു ചാർജിനെ മൂവ് ചെയ്യിച്ച് ഫാനിനെ വർക്ക് ചെയ്യിച്ച് ആ ചാർജ് തിരിച്ചെത്തണം. അപ്പോൾ അവിടെ ചെയ്യുന്നവർക്ക് 240 ജൂൾസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയുമ്പോൾ പ്രധാനമായിട്ടും ദി വർക്ക് ഡൺ പെർ ചാർജ് നമുക്കറിയാം. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ, അല്ലേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ദെൻ വാട്ട് ഈസ് ദി വർക്ക് ഡൺ? വർക്ക് ഡൺ നമുക്ക് കണ്ടെത്താൻ പറ്റും. Q/V. ദിസ് ഈസ് ദി വർക്ക് ഡൺ. യൂഷ്വലി അങ്ങനെ ഉണ്ടാകുന്ന വർക്ക്, ഈ വർക്ക് എപ്പോഴും ആ ഒരു സ്ഥലത്തെത്തിച്ചേരുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ശരിക്കും ഇവിടം മുതൽ ഇവിടം വരെ ഒരു ചാർജ് മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ചാർജിന് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകണം, അവിടെ എത്തിച്ചേരണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിൽക്കണമെങ്കിൽ. ആ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും Q/V ആയിരിക്കും. സോ ദിസ് ഈസ് ടോൾഡ് us it's a potential energy. So what is the potential energy between these 2 points? Or when a charge is moved from this point to this point, what is the potential energy gained? That is W is equal to QV. Then നമുക്കറിയാം, but V is equal to, what is the
potential at a point due to this charge 1 by 4 pi epsilon 0 into q by the distance is r. r ആണ് ഡിസ്റ്റൻസിലെങ്കിൽ, r ഡിസ്റ്റൻസിലുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഇത് r ഡിസ്റ്റൻസ് ആണെങ്കിൽ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ w ഇസിക്വൽ q ഇൻറ്റു v, ഈ വിയുടെ വാല്യൂ നമ്മളിവിടെ കൊടുക്കണം. therefore that വർക്ക് w ഇസിക്വൽ ടു q ഇൻറ്റു വിയുടെ വാല്യൂ കൊടുക്കുക. സോ 1 by 4 pi epsilon 0 into q by r. This is told as the potential energy when it is reaching this point. So u is equal to 1 by 4 pi epsilon 0 into q divided by r. This is the potential energy due to a single charge, due to a source charge. And this is the relation between electric potential and the potential energy. Actually this is the potential energy. So we can write u is equal to q into v. അപ്പോൾ ഈ റിലേഷൻ ഓർമ്മ വേണം, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ആൻഡ് ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സോഴ്സ് ചാർജ്, ദാറ്റ് ഈസ് 1 by 4 pi epsilon 0 into q divided by r, where small q is the charge which is moving from one point to another point. Potential energy of a system of two charges. രണ്ട് ചാർജുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കാം. ലെറ്റ് q1 be the first charge and another charge q2 is brought from infinity to this point. Actually it is taken from infinity and placed at this point. അപ്പോൾ ഇത് കൊണ്ടുവരുന്നതിന് മുന്നേ, q2 കൊണ്ടുവരുന്നതിന് മുന്നേ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിയണം. കാരണം നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക് ഡൺ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at a distance r12. This is the distance r12. ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറിയണം, v ഈക്വൽ ടു, അപ്പോൾ മറ്റേ റിലേഷൻ കൊടുക്കണം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, അതിൻ്റെ റിലേഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് 1 by 4 pi epsilon 0 ഇൻറ്റു ദിസ് ഈസ് ദി ചാർജ്, സോ q1 by r12 ഈസ് ദി റിലേഷൻ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് ചാർജ്. നൗ അടുത്ത സ്റ്റെപ്പ് ഇൻഫിനിറ്റിയിൽ നിന്ന് q2നെ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് q2നെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫീൽഡിലാണ് അത് കൊണ്ടുവരുന്നത് അല്ലേ, ഇതിൻ്റെ ഫീൽഡ് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീൽഡിലേക്ക് q2നെ കൊണ്ടുവരണമെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ശരിക്കും വർക്ക് ചെയ്താൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ ഫീൽഡ് അതിന് ഒപ്പോസിങ്, അപ്പോൾ അതിൻ്റെ ഒപ്പോസിഷന് എതിരായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഇതൊരു സിസ്റ്റം ഓഫ് ചാർജായി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജിയായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ദെർഫോർ വാട്ട് ഈസ് ദി വർക്ക് ഡൺ? What is the work done in bringing Q2 at this point? Work done in bringing Q2 at a distance R12. R12ൽ എത്തിച്ചേരുമ്പോഴുള്ള വർക്കാണ് നമ്മൾ അറിയേണ്ടത്. സോ ദാറ്റ് വർക്ക് ഡൺ ഈസ് W ഈസ് ഇക്വൽ ടു, നമ്മൾ നേരത്തെ പഠിച്ചു, Q ഇൻറ്റു V. പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന ചാർജ് Q2 ആണ്. സോ Q2 into this potential, and this work done is stored as the potential energy between these two system. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി വേണം, അത് ഈ വർക്കായിരിക്കും. സോ ദിസ് ഈസ് ദി വർക്ക് ഡൺ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദി പൊട്ടൻഷ്യൽ എനർജി between the system of two charges. U is equal to Q2 into V. പക്ഷേ വിയുടെ വാല്യൂ നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു Q2 into 1 by 4 pi epsilon 0 into q1 by r12. So what is potential energy? U is equal to 1 by 4 pi epsilon 0 into q1 q2 by r12. See, this is the potential energy of a system of two charges. രണ്ട്
ചാർജുകൾ Q1 Q2. നമുക്ക് വേണമെങ്കിൽ ഇതിനെ Q12 എന്ന് വിളിക്കാം. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ two charges, system of two charges. Okay, now what is the potential energy of a system of three charges? അതാണ് നമുക്ക് അറിയേണ്ടത്. See, 3 charge നമുക്ക് വരയ്ക്കുമ്പോൾ this is Q1 and this is Q2. Suppose this is Q3. These are the 3 charges and they are at distances R12, R13, R23. These are the distances. അപ്പോൾ ഇതും കണ്ടെത്തുന്നത് ഇതേ പ്രോസസ്സ് തന്നെയാണ്. ആദ്യം ഒരു ചാർജ് വയ്ക്കുന്നു, എന്നിട്ട് അടുത്ത Q2 കൊണ്ടുവരുന്നു, അപ്പോഴുള്ള വർക്ക് കാണുന്നു. പിന്നെ Q3 കൊണ്ടുവരുന്നു, അപ്പോഴുള്ള വർക്ക് കാണുന്നു. ഈ വർക്കെല്ലാം കൂടി എടുത്ത് ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ലഭിക്കുന്നത്. സോ വാട്ട് ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി? ആദ്യം ഇത് രണ്ടും ഒരു സിസ്റ്റമാണെന്ന് പരിഗണിച്ചാൽ Q1 Q2 ഒരു സിസ്റ്റമാണെങ്കിൽ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദീസ് ടു? ദാറ്റ് ഈസ് 1/4πε0. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് വരും? Q1 Q2 R12 അല്ലേ? അതാണ് നമ്മളിവിടെ എഴുതിയത്, ആ ഫസ്റ്റ് റിലേഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ഇത് Q1 Q2. ഇനി നമുക്ക് Q1 Q3. Q1 Q3 ഇടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി 1/4πε0 ഇൻറ്റു Q1 Q3 ഡിവൈഡ് ബൈ R13. അടുത്ത ഏതാണ്? Q2 Q3 പ്ലസ് 1/4πε0 ഇൻറ്റു Q2 Q3 ഡിവൈഡ് ബൈ R23. ദിസ് ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഓഫ് 3 ചാർജസ്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 4 ചാർജസ്, 4 ചാർജുകൾ ഉള്ള ഒരു സിസ്റ്റം പരിഗണിച്ചാൽ വാട്ട് ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി? നമുക്ക് നോക്കാം. സി ദർ ആർ 4 charges Q1, Q2, Q3, Q4. They are at distances R12, R14, R23, R34, R13, R24. ഇതിനിടയിൽ കാണിച്ചിട്ടുണ്ട് R24. അപ്പോൾ ഇത് നേരത്തെ എഴുതിയതുപോലെ തന്നെ നമുക്ക് എഴുതണം. ആദ്യം ഇത് രണ്ടും അല്ലേ, പിന്നെ അങ്ങനെ എല്ലാം എഴുതണം. സോ ദെർഫോർ നമുക്ക് എഴുതാം ദി ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു, ആദ്യം ഇത് രണ്ടും എഴുതാം, 1/4πε0 ഇൻറ്റു, ശരിക്കും അത് കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം, കോമൺ, അതെല്ലാത്തിലും കോമൺ ആണ്, Q1 Q2 ബൈ R12 പ്ലസ് അടുത്തത് ഇപ്പോൾ 1 ഉണ്ടായി, അടുത്ത Q1 Q3 ബൈ R13 പ്ലസ് അടുത്ത Q1 Q4 ബൈ R14 പ്ലസ് അടുത്തത് ഇനിയുള്ളത് Q2 Q3 ബൈ R23, Q2 Q3 ബൈ R23. നെക്സ്റ്റ് Q2 Q4 കണ്ടോ, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ഇത് തമ്മിലും ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഇൻട്രാക്ഷനാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ Q2 Q4 ഡിവൈഡഡ് ബൈ R24, Q2 Q4 ഡിവൈഡ് ബൈ R24. ഇനി ഒരു ടേമും കൂടെ ഉണ്ട് അല്ലേ, ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, പൊട്ടൻഷ്യൽ എനർജി, ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി. സോ Q3 Q4 ബൈ R34, Q3 Q4 ബൈ R34. ദിസ് ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് എത്ര ടൈംസ് ഉണ്ടോ നോക്കിയേ, 1 2 3 4 5 6 ടൈംസ് നമുക്കുണ്ട്. നമുക്ക് Q1 ആവർത്തിക്കുന്നുണ്ട്, Q1 Q2, Q1 Q3, Q1 Q4. അതേപോലെ Q2 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, Q2 Q3, Q2 Q4. ഇതേപോലെ Q3. ഇങ്ങനെ എത്ര ടേംസ് വേണമെങ്കിലും നമുക്കിങ്ങനെ എത്ര ചാർജ് വേണമെങ്കിലും
തന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം. ഇത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ റിലേഷൻ നമ്മൾ കൃത്യമായിട്ടും ഓർത്ത് വെച്ചിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പോയിന്റ്. നോക്കൂ, ദിസ് ഈസ് എ ഡൈപോൾ എ ബി. ഒരു നെഗറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. എ ബി എന്നാണ് ഈ ഡൈപോളിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഈ ഡൈപോളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒ എന്ന് കൊടുത്തിരിക്കുന്നു. സോ ദാറ്റ് ദിസ് ഡിസ്റ്റൻസ് ഈസ് എൽ ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് എൽ. ദിസ് ഈസ് എൽ ആൻഡ് ദിസ് ഈസ് എൽ. നമുക്കറിയാം ഡൈപോളിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ 2l എന്നാണ് രേഖപ്പെടുത്താറുള്ളത്. സോ ദി ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 2l ആൻഡ് ദിസ് ഈസ് എൽ, ദിസ് ഈസ് എൽ. നമുക്ക് കണ്ടെത്തേണ്ടത് പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഡൈപോൾ എത്രമാത്രം പൊട്ടൻഷ്യൽ ഈ പിയിൽ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവും ഈ പിയിൽ. ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ്. നോക്കൂ, സെൻറ്ററിൽ നിന്ന് ഈ ലൈൻ ഇത് r ഡിസ്റ്റൻസ് അകലെയാണ്. അതായത് ഒ പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് r ആണ്. ഓക്കെ, ഓരോ ചാർജിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. എ പി r1, അതേപോലെ ബി പി ഈസ് r2. സോ എ പി ഈസ് r1 ആൻഡ് ബി പി ഈസ് r2. അപ്പോൾ ഓരോ ചാർജിൽ നിന്നുമുള്ള ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് രണ്ടും, r1ഉം r2ഉം. അപ്പം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ഓരോ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്കറിയാം. ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ റിലേഷൻ അറിയാം. ആ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ റിലേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഓരോ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇവിടെ കണ്ടെത്തിയിട്ട് അത് തമ്മിൽ അതിൻ്റെ റിസൾട്ടൻ്റ് സം ചെയ്യണം. അപ്പോൾ അതിന് ചില കൺസ്ട്രക്ഷൻസ് എല്ലാം ഇതിൽ നടത്തിയിട്ടുണ്ട്. എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, ബി എം എന്ന് പറഞ്ഞ ഒരു പെർപെൻഡിക്കുലറാണ് ബി എം. സോ ബി എം ഈസ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ടു ഒ പി. ഒ പിയിലേക്കാണ് വരച്ചിരിക്കുന്നത്. ബി എം എന്ന് പറയുന്നത് ഒ പിയിലേക്കാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാകും. അതേപോലെ മറ്റൊരു കൺസ്ട്രക്ഷനാണ് എ എൻ പെർപെൻഡിക്കുലർ ടു ഒ പി. നമുക്ക് ഒ പി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പി ഒ എന്ന് പറഞ്ഞ ലൈൻ, പിയിൽ നിന്ന് ഒ വരെയുള്ള ലൈൻ ഇങ്ങോട്ട് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എത്തിയതിലേക്കാണ് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്. സോ ഇവിടെയും ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്, ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ദർഫോർ എ എൻ പെർപെൻഡിക്കുലർ ടു പി ഒ എക്സ്റ്റെൻഡ് ചെയ്തതിലേക്കാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്ട്രാ കൺസ്ട്രക്ഷൻസ്. ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു 90 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇനി ആദ്യം നമുക്ക് ആ സിമ്പിൾ മെത്തേഡിലേക്ക് കിടക്കാം. ഈ ഓരോ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അവിടെ കണ്ടെത്താം. ആദ്യം -q ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു -q ചാർജ്, അതിനെ ഞാൻ v-q എന്ന് എഴുതുന്നു. 1/4πε0 പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ ഇൻറ്റു അല്ലേ ആ മൈനസ് ചാർജാണ്. അപ്പോൾ അതുകൊണ്ട് -q/r1. സോ ആ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് q/r1. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു +q ചാർജ്? ഈ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 1/4πε0 ഇൻറ്റു ഇത് പോസിറ്റീവ് ചാർജാണ്, അതുകൊണ്ട് q/r2. ഇനി ഈ രണ്ട് റിലേഷനോട് ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ആക്ച്വലി അതാണ് ഏറ്റവും അതിൻ്റെ ബേസ് ആയിട്ടുള്ളത്. സോ ദെർഫോർ ദ റിസൾട്ടൻ്റ് പൊട്ടൻഷ്യൽ അറ്റ് പി, റിസൾട്ടൻ്റ് പൊട്ടൻഷ്യൽ അറ്റ് പി, ദാറ്റ് ഈസ് v = ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ v-q പ്ലസ് v+q ഇത് ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുന്നു.
So q by 4 pi epsilon 0 taking outside. ബാക്കി 1 by R2 മൈനസ് 1 by R1 അല്ലേ? ഇത് ആഡ് ചെയ്യുമ്പോൾ അത് പുറത്തെടുത്തതിന് ശേഷം അകത്തിങ്ങനെ വരുന്നതാണ്. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ. അപ്പോൾ R1ൻ്റെയും R2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ നമുക്ക് ആദ്യം R1ൻ്റെയും R2ൻ്റെയും വാല്യൂ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അതിനാണ് ശരിക്കും ഈ ഒരു പെർപെൻഡിക്കുലേഴ്സ് ഇവിടെ വരച്ചിരിക്കുന്നത്. നോക്കൂ, എ പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ പി. അപ്പോൾ എ പിയും എൻ പിയും അപ്രോക്സിമേറ്റ്ലി ഈക്വലാണ്. ശരിക്കും നമ്മൾ രണ്ടെണ്ണം ഈക്വലാക്കുമ്പോൾ ഇപ്പോൾ ഈ രണ്ട് ലൈനിലും എക്സ്ട്രാ ലെങ്ത് കണ്ടെത്താനായിട്ട് സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് ലൈൻസ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ലെങ്ത് കാണാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് വരയ്ക്കുക, ശരിക്കും പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ തിരിച്ച് വരച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എക്സ്ട്രാ ലെങ്ത്, അപ്രോക്സിമേറ്റ് എക്സ്ട്രാ ലെങ്ത് കാണുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ എ പി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ പി. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ട്രയാങ്കിൾ പോലെ കാണുന്ന ഇതിലും ഈക്വൽ ലെങ്ത് കാണുന്നുണ്ട്. ഏതാണ്? ബി പി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എം പി. ബി പി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എം പി. അതും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. സോ നൗ we have to calculate the value for cos theta here. See, consider this triangle. ഈ ട്രയാങ്കിൾ വാട്ട് ഈസ് കോസ് തീറ്റ? സി, ഇത് തീറ്റ നേരത്തെ ഉള്ള വാല്യൂ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ആക്സിസ് ഓഫ് ദി ഡൈപോൾ ആൻഡ് ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ് ടു ദി സെൻറ്റർ ഓഫ് ദി ഡൈപോൾ. അതാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. സോ ഫ്രം ദി ട്രയാങ്കിൾ AON, what is cos theta? എടുക്കുക, ഫ്രം AON, triangle AON, what is cos theta? See, cos theta is equal to adjacent side by hypotenuse. So what is the adjacent side? See, this is the adjacent side, ON by OA. ON by OA. Okay, നമുക്ക് കണ്ടെത്തേണ്ടത് ON ആണ്. ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലെങ്ത് കണ്ടെത്തണം. So that is equal to ON by what is OA? OA is L. So what is ON? ON is equal to L cos theta. ഇതുപോലെയാണ് ഫ്രം ദിസ് ട്രയാങ്കിൾ OBM, from triangle OBM, what is cos theta? Cos theta is equal to adjacent side OM by hypotenuse OB. OM by OB. Cos theta is equal to OM by OB. So OM ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതവിടെ കിടക്കട്ടെ. So OM divided by what is OB? OB is L. Then what is OM? L cos theta. നോക്കൂ, അപ്പോൾ രണ്ട് ഈ ലെങ്ത്തും നമുക്ക് L cos theta എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് R1ഉം R2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. സോ ദിസ് ഈസ് R1. R1 എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ? R1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ് ലെങ്ത്. അതായത് AP ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു NP എന്ന് പറഞ്ഞു. NP. സോ ദെർഫോർ R1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് വരും? NP എന്ന് പറഞ്ഞാൽ എന്താണ്? NO പ്ലസ് OP. NO പ്ലസ് OP. ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട് ഈസ് NO? NO. യെസ്, അല്ലെങ്കിൽ ON അല്ലേ? ON എന്ന് എഴുതിയാൽ മതി. സോ വാട്ട് ഈസ് ON? ON ഈസ് L cos theta പ്ലസ് വാട്ട് ഈസ് OP? OP ഈസ് R. സോ എന്ത് കിട്ടി? R പ്ലസ് L cos theta. R plus L cos theta ആണ് R1. Okay. Similarly,
ഇവിടെയും നമുക്ക് പറയാം R2 നമുക്ക് കണ്ടെത്താം. സി R2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, സോ ദിസ് ഈസ് R2 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഈ ലെങ്ത്തും ഏത് ലെങ്ത്തുമാണ് ഈക്വൽ എന്ന് നേരത്തെ പറഞ്ഞത്? യെസ്, BP അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു MP ആണ്. സി M മുതൽ P വരെയാണ്. സോ R2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു MP അല്ലേ, M മുതൽ P വരെ. അപ്പോൾ MP എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം OP യിൽ നിന്ന് OM മൈനസ് ചെയ്യുന്നതാണ് അല്ലേ. സോ OP മൈനസ് OM ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് OP? OP ഈസ് R. സോ R മൈനസ് വാട്ട് ഈസ് OM? OM നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഏതാ കിടക്കുന്നത്? L cos theta. സി അപ്പോൾ ഏതൊക്കെ കിട്ടി നമുക്ക്? R1ഉം R2ഉം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സിമ്പിൾ മെത്തേഡാണ്. ഇനി നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. സോ വാട്ട് ഈസ് V? V ഈസ് ഈക്വൽ ടു Q/4πε0 Q/4πε0 ഇൻറ്റു 1/R2 മൈനസ് 1/R1. R2ൻ്റെ വില കൊടുത്തേ R മൈനസ് L cos theta, 1/R മൈനസ് L cos theta മൈനസ് 1/R പ്ലസ് L cos theta. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒന്ന് നോക്കാം. V ഈസ് ഈക്വൽ ടു Q/4πε0 A പ്ലസ് B ഇൻറ്റു A മൈനസ് B എന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ R സ്ക്വയർ മൈനസ് L സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, L സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് ഡിനോമിനേറ്ററിൽ LCM എടുക്കുമ്പോൾ മുകളിൽ എന്ത് വരും? R പ്ലസ് L കോസ് തീറ്റ മൈനസ് R മൈനസ് L കോസ് തീറ്റ, ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു Q/4πε0. നോക്കൂ, ഈ മൈനസ് അകത്ത് കയറുമ്പോൾ മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസലായി പോകുന്നു. ബാക്കി L കോസ് തീറ്റ പ്ലസ് L കോസ് തീറ്റ വിച്ച് ഈസ് 2L കോസ് തീറ്റ, 2L cos theta divided by R square minus L square cos square theta, that is V. Then what about Q into 2L? Yes, Q into 2L is the electric dipole moment P. So, but P is equal to Q into 2L. So, what is V? V is equal to, ഇത് തമ്മിൽ ചേർക്കുക. So, you will get 1/4πε0 into P cos theta divided by R സ്ക്വയർ മൈനസ് L സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ശരിക്കും ഇവിടെ നമ്മൾ ഒരു ചെറിയ അപ്രോക്സിമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു രണ്ട് ലൈൻസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ ഇത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് തീറ്റ ഈസ് വെരി സ്മാൾ, തീറ്റ വെരി സ്മാൾ അല്ലേ, വളരെ ചെറുതായിരിക്കും തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിലും സിൻസ് തീറ്റ ഈസ് വെരി സ്മാൾ ആൻഡ് ആൾസോ L ഈസ് ആൾസോ വെരി സ്മാൾ, ഒരു ഡൈപോളിൻ്റെ ലെങ്ത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ ചെറുതാണ്. അപ്പോൾ നമ്മളിവിടെ ആ ഡൈപോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ ചെറുതായി മാറും അല്ലേ. ഇപ്പോൾ 0.5 എന്ന് പറഞ്ഞ ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ തന്നെ 0.25 ആയി മാറുകയാണ് ചെയ്യുന്നത്. വീണ്ടും താഴ്ന്നു അല്ലേ, വീണ്ടും ചെറുതാവുന്നു. അപ്പോൾ സോ L സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, L സ്ക്വയർ cos square theta is neglected in comparison with compared to R square. So, ഇത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ what is the final relation? V is equal to 1/4πε0 into P cos theta divided by ഇത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get divided by R square. This is the relation. This is the relation for the electric potential at any point due to a dipole. ഇനി ഇതിൻ്റെ ചില സ്പെഷ്യൽ കേസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ഈ പോയിൻ്റ് ഇവിടെയാണല്ലോ. പക്ഷേ ഈ പോയിൻ്റ് ഇതിൻ്റെ അതേ ലൈനിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന പോയിൻ്റ് ഇതിൻ്റെ ഈ ലൈനിൽ നിൽക്കുന്നു. അപ്പോൾ ശരിക്കും ഇത് തീറ്റയാണ്. ആ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി ആയി മാറും അല്ലേ. അപ്പോൾ എലോങ് ദി ആക്സിയൽ ലൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. സോ സ്പെഷ്യൽ കേസ് ഒന്ന് നോക്കാം. സ്പെഷ്യൽ കേസ്
theta is equal to 0 degree, that is axial line. അല്ലേ, ഈ സൈഡിലാണ് കണ്ടെത്തുന്നത്. What is cos 0? Cos 0 is 1. Then what is the relation? V is equal to 1 by 4 pi epsilon 0 into P divided by R square. This is the electric potential along the axial line of an electric dipole. Next, രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ കേസും കൂടെ നോക്കാം. സപ്പോസ് ഈ ഒരു പോയിന്റ് ഇതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലാണ്, അത് ഇങ്ങനെ വരികയാണ്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ലൈൻ. അപ്പോൾ ഈ ആംഗിൾ എന്തായി മാറും? 90 ഡിഗ്രി ആയി മാറും. ശരിയല്ലേ? ഇത് 90 ഡിഗ്രി. ഇക്വറ്റോറിയൽ ലൈൻ ആകുമ്പോൾ 90 ഡിഗ്രി. സോ തീറ്റ ഇസിക്കൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ ആക്ച്വലി അത് ഇക്വറ്റോറിയൽ ലൈനിലാണ്. ഇക്വറ്റോറിയൽ ലൈൻ. സോ വാട്ട് ഈസ് cos 90? Cos 90 is 0. Then what is V? V is equal to 0. So along the equatorial line of an electric dipole, electric potential is 0 everywhere. നോക്കൂ, ഈ എല്ലാ പോയിന്റിലും 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ അത് 0 ആണ്. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് പൊട്ടൻഷ്യൽ 0 ആകുന്ന ഏതെങ്കിലും കണ്ടീഷൻ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയണം. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, ബട്ട് ദർ ഈസ് ദി പൊട്ടൻഷ്യൽ 0. അതൊരു നല്ലൊരു ചോദ്യമാണ്. ഇനി വേണമെങ്കിൽ 180 ഡിഗ്രീസിലേക്ക് വരാം. ഈ സൈഡിലാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഇവിടെ വരെ വന്നു, ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ടോട്ടൽ ഇവിടെ നിന്ന് ഇത്ര വരുമ്പോൾ 180 ഡിഗ്രി വരും. ഈ സൈഡിലാണ് പോയിൻ്റ് എങ്കിൽ, ഇവിടെ ഏതെങ്കിലും പോയിൻ്റ് ആണെങ്കിൽ. സോ ദെർഫോർ തീറ്റ ഇസിക്കൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ അതും ആക്സിയൽ ലൈൻ തന്നെയാണ്, പക്ഷേ അതർ സൈഡാണ് അല്ലേ, നിയർ ദി സൈഡ് ഓഫ് ഓർ നിയർ ബൈ നെഗറ്റീവ് ചാർജിൻ്റെ സൈഡിലാണ്. അത് ആക്സിയൽ ലൈൻ തന്നെയാണ്. സോ വാട്ട് ഈസ് cos 180? Cos 180 ഈസ് -1. സോ വാട്ട് ഈസ് V? V ഈസ് ഇക്വൽ ടു റിലേഷനിൽ മൈനസും കൂടെ വരും. ദാറ്റ് ഈസ് -1 by 4 pi epsilon 0 ഇൻറ്റു P ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇതിൻ്റെ ഒരു വെക്റ്റർ നൊട്ടേഷൻ കൂടെ ഒന്ന് പറയട്ടെ ഈ റിലേഷൻ്റെ. നമുക്ക് ഈ റിലേഷനിൽ മുകളിലും താഴെയും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ ബൈ സ്മാൾ r, you will get 1 by 4 pi epsilon 0 into PR cos theta divided by R cube എന്ന് വരും അല്ലേ, വെക്ടർ ഫോം പറയുകയാണെങ്കിൽ. ഡിവൈഡ് ബൈ R cube. P എന്ന് പറഞ്ഞ ഡൈപോൾ മൊമെൻറ്റ്, ഇത് ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിസ്റ്റൻസ്. അപ്പോൾ PR cos theta എന്ന് പറഞ്ഞപ്പോഴും P ഡോട്ട് R നമുക്കറിയാം. V is equal to 1 by 4 pi epsilon 0 into P ഡോട്ട് R. നോക്കൂ, P ഡോട്ട് R വന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ R ക്യൂബ് എന്ന് എഴുതണം. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ, സെൻട്രലിൽ നിന്നുള്ള ഇവിടെ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡിവൈഡ് ബൈ R ക്യൂബ് ഇവിടെ വരും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.